നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഹോട്ട്സ്പോട്ട് എന്നുള്ള ഒരു ഫീച്ചർ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ബാർ ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളൊരു ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. സാധാരണ ഇതൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. കാരണം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫീച്ചറാണ് ഈ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഫീച്ചർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് ഈ ഹോട്ട്സ്പോട്ടിനെ കുറിച്ച് അധികം ആളുകൾക്കും കൃത്യമായ ധാരണയില്ല. ഒരുപാട് ഫീച്ചറുകൾ അതിനകത്തുണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ അതൊന്ന് പരിശോധിച്ച് നോക്കാം, എന്തൊക്കെയാണ് അതിനകത്തുള്ള ഫീച്ചറുകളെന്ന്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഫീച്ചറുകൾ പരിശോധിക്കുന്നതിന് വേണ്ടി നോട്ടിഫിക്കേഷൻ ബാറിൽ ഇതുപോലെ ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ള ഫീച്ചർ ഈ കാണുന്നത് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് ഇത് കാണുന്നില്ലെങ്കിൽ, ചില മൊബൈൽ ഫോൺ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാറിൽ കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നിങ്ങൾ ഹോട്ട്സ്പോട്ട് എന്നോ അല്ലെങ്കിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നോ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ സെറ്റിങ്സ് ഓപ്പണായി വരും. ഇവിടെ ഈ നോട്ടിഫിക്കേഷൻ ബാറിലുള്ള ആളുകൾ ഈ സ്ഥലത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നേരെ ഈ സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും. നമ്മളെന്തെങ്കിലും നമുക്ക് നോട്ടിഫിക്കേഷൻ ബാറിൽ വെച്ച് തന്നെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇത് ഓൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ഹോട്ട്സ്പോട്ട് സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മൊബൈൽ ഫോണിനും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് ഈ സെറ്റിങ്സുകളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. നമ്മൾ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന നമ്മുടെ ഡിവൈസിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോ F21s Pro എന്നുള്ള മൊബൈൽ ഫോണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പേര് മാറ്റിയിട്ട് നിങ്ങളുടെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ലൈവ് ടിപ്സ് മീഡിയ നമ്മുടെ ചാനലിൻ്റെ പേര് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേര് വേണമെങ്കിൽ നിങ്ങളുടെ ഡിവൈസിന് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ കൊടുക്കുന്ന പേര് അവർക്ക്, നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് കൊടുക്കുന്ന വ്യക്തിക്ക് ഈ പേരായിരിക്കും കാണിക്കുക. അവർക്ക് അത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് കണക്ട് ചെയ്യാൻ സാധിക്കുക. രണ്ടാമത്തെ സെക്ഷൻ ഇവിടെ നിങ്ങളുടെ പാസ്വേഡാണ്. നിങ്ങൾക്ക് പാസ്വേഡ് ഏത് രീതിയിൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള പാസ്വേഡാണ് വേണ്ടത് എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാൻ സാധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് പാസ്വേഡ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ ഡിവൈസിൽ ചില മൊബൈൽ ഫോണിൽ തന്നെ ഓൾറെഡി പാസ്വേഡ് ഉണ്ടാകും. അത് വലിയ പാസ്വേഡായിരിക്കും. ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും നമ്പറുകളൊക്കെ അടങ്ങിയിട്ടുള്ള പാസ്വേഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റാൻ സാധിക്കും. ഇനി ഇവിടെ താഴെ ഒരു സെറ്റിങ്സ് ഉണ്ട്, ഹൈഡ് ഹോട്ട്സ്പോട്ട് എന്നുള്ള ഓപ്ഷൻ. നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ആരെങ്കിലും ഓൺ ചെയ്താൽ തന്നെ അത് പബ്ലിക്കിൽ അത് കാണാതിരിക്കുന്നതിന് വേണ്ടി ഹോട്ട്സ്പോട്ട് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓഫായി കിടക്കും. അതായത് നിങ്ങൾ ഓണാക്കി വെച്ചാൽ പോലും നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും നിങ്ങളുടെ ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് ഹോട്ട്സ്പോട്ട് കാണില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആണെന്ന് കാണിച്ചു കൊടുക്കാം, പക്ഷേ അവർക്ക് അവരുടെ ഡിവൈസിൽ ഹോട്ട്സ്പോട്ട് കാണില്ല. പല ആളുകളും പറയാറുണ്ട് ഹോട്ട്സ്പോട്ട് കാണുന്നില്ല, സെറ്റിങ്സിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് പക്ഷേ കാണുന്നില്ലെന്ന് പറയാൻ കാരണം ഈ സെറ്റിങ്സ് ഓൺ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുത്താൽ അയാളുടെ ഹോട്ട്സ്പോട്ടിൻ്റെ പേര്, ആ ഡിവൈസിൻ്റെ പേര് നിങ്ങളുടെ ഫോണിനകത്ത് കാണും. അപ്പോൾ അവർ സെറ്റിങ്സിൽ പോവുക, ഈ ഭാഗം ഓൺ ആണോ നോക്കുക. ഓൺ ആണെങ്കിൽ ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി, ഹോട്ട്സ്പോട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മൂന്നാമത്തെ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും, കണക്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ. ചില മൊബൈൽ ഫോണിൽ ഇത് ഏറ്റവും അവസാനത്തിലേക്ക് കാണാൻ സാധിക്കുക, കണക്ട് ഡിവൈസ് നികരെ കാണാൻ സാധിക്കാം. ഓരോ മൊബൈൽ ഫോണും വ്യത്യസ്തമായിരിക്കും. ചില ഡിവൈസുകളിൽ ഇവിടെ മുകളിലായിട്ട് ബ്ലോക്ക് ലിസ്റ്റ് എന്ന് കാണും. ചില ഡിവൈസുകൾ നമ്മൾ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്താലും ഫെയിൽഡ് ആയിട്ട് കാണിക്കും. പല ആളുകളും പറയാറുണ്ട് ഹോട്ട്സ്പോട്ട് കണക്റ്റ് ആകുന്നില്ല എന്ന്. അതിന് കാരണം ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഏതെങ്കിലും നിങ്ങളുടെ ഡിവൈസിൻ്റെ പേരുണ്ടോ എന്ന് നോക്കുക. ചില ആളുകൾ അറിയാതെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്കിലേക്ക് മാറും. ബ്ലോക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര തവണ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവരുടെ ഹോട്ട്സ്പോട്ട് കണക്റ്റ് ആകില്ല. അത് കാരണം അവരുടെ മൊബൈൽ നമ്പറിൻ്റെ അവരുടെ മൊബൈൽ പേര് ഈ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അറിയാതെയോ അറിഞ്ഞോ ബ്ലാക്ക് ലിസ്റ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ആ ഡിലീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ അത് കണക്റ്റ് ആകും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ വളരെ പ്രധാനപ്പെട്ട ഓപ്ഷനാണ് ഡിവൈസ് കണക്ഷൻ ലിമിറ്റ് എന്നുള്ളത്. ചിലപ്പോൾ നമ്മളുടെ തൊട്ടടുത്ത് 3-4 പേര് കണക്ട് ചെയ്തിട്ടുണ്ടാവും. എന്നാൽ നമുക്ക് ഒരാൾക്ക് മാത്രം കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 ആൾക്ക് മാത്രം കൊടുത്താൽ മതിയെങ്കിൽ ഇവിടെ ഡിവൈസ് കണക്ഷൻ ലിമിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എത്രയാണോ പേര് വേണ്ടതെങ്കിൽ, ഇപ്പോൾ 2 പേരാണെങ്കിൽ 2 സെലക്ട് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ 2 പേർക്ക് മാത്രമേ നിങ്ങൾ ഡിവൈസ് കണക്റ്റ് ആവുള്ളൂ. 2 പേര് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മൂന്നാമത്തെ ഒരാൾക്ക് നിങ്ങൾ ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചില ആളുകൾ അങ്ങനെ ഏതെങ്കിലും ഒരു വ്യക്തി കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിവൈസ് കണക്ഷൻ ലിമിറ്റിൽ 1 കൊടുക്കുക, കൺഫേം കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓഫ് ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ആ വ്യക്തിയോട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ അയാൾക്ക് മാത്രം കണക്റ്റ് ആകും. തൊട്ടപ്പുറത്തിരിക്കുന്ന മൊബൈൽ നേരത്തെ കണക്ട് ചെയ്ത ആൾക്കൊന്നും പിന്നെ കിട്ടില്ല. അപ്പോൾ ഇവിടെ അൺലിമിറ്റഡ് ഓപ്ഷൻ ഉണ്ട്, 10 എങ്കിൽ 10 ഓപ്ഷൻ ഉണ്ട്. ചില ഫോണിൽ അൺലിമിറ്റഡ് എന്ന് കാണിക്കും, അത് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഡാറ്റ യൂസേജ് ലിമിറ്റ് എന്നാണ്. ചില ആളുകൾ ഒരുപാട് GB ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ഹോട്ട്സ്പോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ഒരു നിശ്ചിത MB അല്ലെങ്കിൽ നിശ്ചിത GB കണക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അത് ഇത്തരത്തിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 5 GB, 1 GB, 500 MB, 200 MB ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. എത്ര MB ആണോ വേണ്ടതെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം.
ഇനി അൺറെസ്ട്രിക്റ്റഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എത്രയും ഇൻ്റർനെറ്റ് ഉപയോഗിക്കാം. അവർ നിങ്ങളുടെ ഡാറ്റ തീരുന്നവരെ അവർക്ക് ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 500 MB 1 GB ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ 1 GB അല്ലെങ്കിൽ 500 MB ആണ് സെലക്ട് ചെയ്തെങ്കിൽ 500 MB കഴിയുന്ന സമയത്ത് അവരുടെ ഹോട്ട്സ്പോട്ടിൽ അവർക്ക് ഇൻ്റർനെറ്റ് കിട്ടില്ല. നിങ്ങളിവിടെ വെച്ച് മാറ്റം വരുത്തിയാൽ മാത്രമേ അവർക്ക് ഇൻ്റർനെറ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നാലാമത്തെ സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ്. ഓട്ടോമാറ്റിക്കലി ടേൺ ഓഫ് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നുള്ളൊരു ഫീച്ചർ. അതായത് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെച്ച് 10 മിനിറ്റ് നേരത്തേക്ക് ആരും നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് അങ്ങ് ഓഫ് ആകാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് വെക്കും. ഓൺ ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ 10 മിനിറ്റ് സമയത്തേക്ക് ആരും കണക്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ആർക്കെങ്കിലും ഹോട്ട്സ്പോട്ട് കൊടുത്തു, അവരുടെ ആവശ്യം കഴിഞ്ഞു, അവർ ഡിസ്കണക്ട് ചെയ്തു, പക്ഷേ നമ്മളുടെ ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാഗം നിങ്ങൾ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് അങ്ങ് ഓഫ് ആകും. അപ്പോൾ ഈ ഒരു ഫീച്ചർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാണ് നമ്മുടെ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ടുള്ള ഫീച്ചർ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.